യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിൻ്റെ ഈ വലിയ ദിനത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. വലിയ സ്വർഗീയ അനുഭവങ്ങളും വിടുതലുകളും സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും അഭിഷേകങ്ങളും ധാരാളമായ ദൈവം നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവേ നന്ദി, നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. ആരാധന, ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഇസ്രായേൽ ബാലന്മാർ നടുവിൽ നാലാമനായ നിന്റെ സാന്നിധ്യം, ഇസ്രായേലിയ ബാലന്മാർക്ക് നടുവിൽ നാലാമനായ നിന്റെ സാന്നിധ്യം, മുൾപ്പടപ്പെരിഞ്ഞിടാതെയും തീയിൽ മോശ കണ്ട ഞാനാകുന്നവൻ ഞാനാകുന്നൊരാളത്തം, മുൾപ്പടപ്പെരിഞ്ഞിടാതെയും തീയിൽ മോശ കണ്ട ഞാനാകുന്നവൻ ഞാനാകുന്നൊരാളത്തം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ എല്ലാ ഹൃദയങ്ങളിലും. എല്ലാ മക്കളും കണ്ണുനീരുമാണ്. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പച്ചപ്പുൽപ്പുറങ്ങളിൽ ചെങ്കടലിൻ നടുവിൽ ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ, പച്ചപ്പുൽപ്പുറങ്ങളിലും ചെങ്കടലിൻ നടുവിലും ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ, കാൽവരിക്കുരിശിൽ സ്വന്തം ജീവനേകിയ നിത്യജീവൻ ഞങ്ങൾക്ക് മഹാത്യാഗം, കാൽവരിക്കുരിശിൽ സ്വന്തം ജീവനേകിയ നിത്യജീവൻ ഞങ്ങൾക്കേകും മഹാത്യാഗം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി.
തുടങ്ങുന്നു. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വാചനമൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവിന്റെ അധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന ഈ ദിവസം ഒരുപാടൊക്കെ പരിശുദ്ധാത്മാവിനെ ഓർത്ത് നന്ദി പറയാം. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, ചില ജീവിതങ്ങളൊക്കെ പറയും അവർ വളർച്ചയ്ക്ക് കാരണം ചില ആത്മമിത്രങ്ങളാണെന്ന് പറയും. ആത്മീയ ജീവിതത്തിൻ്റെ മേഖല പ്രത്യേകം പറയാറുണ്ട്. ചില ആത്മമിത്രങ്ങൾ, ചില ആളുകൾക്ക് ചില ആത്മമിത്രങ്ങളുണ്ടെങ്കിൽ അവർക്കത് ഒരുപാടൊരു വളർത്തും. ഞാൻ എൻ്റെ ജീവിതം പഠിക്കുമ്പോൾ എൻ്റെ ആത്മമിത്രങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതമൊക്കെ ഒരുപാട് നമ്മളെ കൃപയിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മമിത്രം നമുക്കുണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്കൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട്, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറണം. അപ്പോൾ ആ രൂപീയമായിട്ടുള്ള ആത്മമിത്രം അത് സ്ഥാപിക്കാൻ നമുക്കിടയാകട്ടെ. അപ്പോൾ ഇന്ന് ദിവസം നമ്മുടെ ആത്മമിത്രത്തിൻ്റെ ദിവസമാണ്. ശരിക്കും തിരുസഭ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം, ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഫലമായ ഒരു സമ്മാനം, ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ ഞാനും നിങ്ങൾ സ്വന്തമാക്കി ആ രൂപി നമ്മൾ നിറഞ്ഞിൽക്കുന്നു. ആ രൂപി നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. രക്ഷാകര വഴികളിലൂടെ, ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെ ദൈവത്തിൻ്റെ അരൂപി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ അരൂപി ഇപ്പോൾ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ഇസ്രായേൽ ജനത്തിൻ്റെ ഉയർച്ചകളിലും പരാജയങ്ങളിലും അവരുടെ കൂടെ നടക്കുന്നൊരു അരൂപിയാണ് പരിശുദ്ധാത്മാവ്. ചില സമയത്ത് ശാസന കൊടുക്കും, ചില സമയത്ത് അവർക്ക് ഒരുപാട് തേനും പാലും കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ച് നടത്തും. ചില സമയത്ത് കണ്ണുനീര് കൊടുക്കുന്നു ഈ പരിശുദ്ധാത്മാവ്, ചില സമയത്ത് വിശുദ്ധീകരിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ പലതരം അനുഭവങ്ങളുടെയാണ് ഈ പരിശുദ്ധാത്മാവ് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രൂപി ഇന്ന് നമ്മളെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സഭയിലൂടെ, മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്, സഭയെ എന്നും നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച് തന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ ശരിക്കും എല്ലാ ദിവസവും നമ്മുടെ അടുത്തേക്ക് ഒരു ആത്മമിത്രമായിട്ട്, പരിശുദ്ധ കുർബാനയിലൂടെ ആത്മമിത്രമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ആ രൂപി നമ്മൾ നിറയട്ടെ, നമ്മളെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വലിയ തിരുനാൾ ദിവസം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ തിരുനാൾ ദിവസം എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം കിട്ടും. റോമ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുണ്ടോ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അനുഭവം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറയുന്ന യെശയ്യാ 49:14, 15, 16 വചനം. സിയോൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അഥവാ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ആ വചനം. 16-ാമത്തെ വചനം പറയും, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഉള്ളം കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ അരൂപി സഭയിലുണ്ട്. തിരുസഭയെ വളർത്തുന്ന പരിശുദ്ധാത്മാവ്. എന്തെല്ലാം കൊള്ളക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഭ വരുമ്പോൾ അതിനെങ്ങനെയാണ് സഭ ഓവർകം ചെയ്യുന്നത്? അത് കഴിവ് കൊണ്ടോ, ആൾബലം കൊണ്ടോ, ബുദ്ധിശക്തി കൊണ്ടോ, പണം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിക്കുക. ശരിക്കും തിരുസഭയുടെ ആത്മമിത്രം പരിശുദ്ധാത്മാവ്. ഈശോയുടെ കൂടെ ഈശോ പറയുന്നുണ്ട്, ലൂക്കാ 4:18, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യെശയ്യാ 61:1-2 വചനം പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആ രൂപിയാണ് നയിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ മുഴുവൻ നയിക്കുന്നത്. ഒരുപക്ഷെ അമ്മ അന്നപുണ്യവതിയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ അമ്മയെ സഹായിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളുടെ ബാല്യകാലമൊക്കെ പറയുമ്പോൾ അമ്മ ഒരുപാട് സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിരുന്നതൊക്കെയാണ് കഥകൾ പറയുന്നത്, ചരിത്രം പറയുന്നത്.
കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിശുദ്ധി അമ്മ അതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് ഈ സ്തോത്രഗീതം ആലപിക്കാൻ പറ്റും. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സങ്കീർത്തനങ്ങളായിരുന്നു. അപ്പോൾ ആ സങ്കീർത്തനങ്ങൾ ഏറ്റവും വലിയ സങ്കീർത്തനം എന്ന പോലെയാണ് പഴയ നിയമത്തിലെ ഹന്നായുടെ ഒരു സങ്കീർത്തനമുണ്ട്. ആ ഹന്ന എന്നുള്ള സമൂലിൻ്റെ അമ്മയുടെ ആ കീർത്തനം തന്നെയാണ് ഇവിടെ പരിശുദ്ധ അമ്മ പറയുന്നത് കാണാൻ പറ്റും. സ്തുതി. കാരണം അമ്മ അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹമുള്ളവർക്ക് സങ്കീർത്തനങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞു. അവർ എപ്പോഴും സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതിൽ അവർക്ക് വലിയ ആഗ്രഹമായിരിക്കും. അവരിടയ്ക്കെല്ലാം എടുത്ത് സങ്കീർത്തനം ഓരോ സങ്കീർത്തനങ്ങളും അവർക്ക്, കാരണം പരിശുദ്ധ അമ്മാവാണ് അതിൽ നിലനിൽക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ആ പരിശുദ്ധ അമ്മാവൻ്റെ അടിമയായിരുന്നു, അല്ലെങ്കിൽ മണവാട്ടിയായിരുന്നു. അടിമയെന്ന് പറയാൻ പറ്റില്ല, മണവാട്ടി. അടിമയാന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മാവന് സമർപ്പിച്ചവളാണ്. ലുക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെയല്ല പരിശുദ്ധ അമ്മ സമർപ്പിച്ചത്. അതാണ് അപ്പോസ്തലപ്പെടുന്ന 1:14 അമ്മ പെന്തക്കോസ്താദിന് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയൊരു അഭിഷേകം സഭയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി അമ്മ അമ്മ ഒരു അടിമയായിട്ട് നിൽക്കുക, അത് ഒരു മണവാട്ടിയായിട്ട് നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും, അമ്മയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാണ് ശരിക്കും ചരിത്രത്തിൽ മുഴുവൻ നീതി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം ജലപ്പരപ്പിന് മീതേ ചലിച്ചിരുന്നു. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടുമുട്ടുന്ന ആ പരിശുദ്ധാത്മാവ് ആ ജലപ്പരപ്പിൽ മാത്രമല്ല, മനുഷ്യൻ്റെ മനുഷ്യ ജീവിതത്തിലും ലോകത്തിൻ്റെ സകല പ്രവർത്തനങ്ങളുടെ പിന്നിലും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം വായിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ന്റെ 10-ാമത്തെ വചനം പറഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ തരണമേ നമ്മൾ പ്രാർത്ഥിക്കണവർ. കാരണം പരിശുദ്ധാത്മാവ് അതെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകം മുഴുവൻ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അവിടെ ജ്ഞാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്ത് മുഴുവൻ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണ്. ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ വചനം വയ്ക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അടുത്തുള്ളതുപോലെ അധ്വാനിച്ച് വേണം കണ്ടെത്താൻ, പക്ഷേ ഉന്നതത്തിലുള്ളത് എങ്ങനെ ആർക്കറിയാൻ പറ്റും? അങ്ങ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നാൽ മാത്രമേ അങ്ങയുടെ ഹിതമറിയാൻ പറ്റുള്ളൂ. ദൈവഹിതം നമ്മളെക്കുറിച്ചെല്ലാം പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നിനക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ. അതുകൊണ്ട് ശരിക്കും സഭയിലൂടെ നമുക്ക് കിട്ടിക്കുന്ന ആത്മമിത്രമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം ഉണ്ടാകണം. ശരിക്കും അതാണ് ആവശ്യം. ശിഷ്യന്മാരുടെ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അവർ സുവിശേഷവുമായിട്ട് ലോകം മുഴുവൻ പോകുമ്പോൾ അവർ കൂടെ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യകരമൊന്നുമല്ല. മനുഷ്യരൊക്കെ എന്ത് സപ്പോർട്ട് ചെയ്യാനാണ്? മനുഷ്യർക്കൊന്നും അവർക്ക് മനുഷ്യർ ബലഹീനരാണ്. അവർക്കതിനുള്ള ശക്തിയോ പവർ ഒന്നുമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്പസ്വല്പമൊക്കെ സഹായം. പക്ഷേ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം ത്രിത്വത്തിൻ്റെ 3-ാമത്തെ ആൾ പരിശുദ്ധാത്മാവ് ഈശോ മിശിഹ തൻ്റെ കാൽവരി ബലിയിലൂടെ നൽകിയ പരിശുദ്ധാത്മാവ് സിരസമ നമുക്ക് എല്ലാ ദിവസവും കൂദാശയിലൂടെ വിളമ്പിത്തരുന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വന്തമാക്കണം. ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായിട്ട് മാറണം. അതാണ് അരൂപിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് അടിമയായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അമ്മ വിട്ടുകൊടുക്കുകയാണ്. പിന്നെ അമ്മയുടെ നിയന്ത്രണം അമ്മ മുഴുവൻ നയിക്കുക. അതാണ് ലൂക്കാ സുവിശേഷം 1:39 മുതൽ 45 വരെയുള്ള വചനം വായിക്കുമ്പോൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അവൾ തിടുക്കത്തിൽ പോയി, ഈ വേഗത്തിൽ പോകുകയാണ്. കാരണം വേഗത കൂട്ടിക്കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെയൊക്കെ ശുശ്രൂഷകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. അതിൻ്റെ ശക്തി പ്രേരിപ്പിച്ചാൽ മാത്രമല്ല, അതിൻ്റെ ശക്തിയും പവറും ഒക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ ചെന്നിട്ട് സ്നാപകനെയാണ് ഈ പരിശുദ്ധാത്മാവ് തൊടുന്നത് കാണാൻ പറ്റും. എലിസബത്ത് പുണ്യവതിയുടെ ഉദരത്തിൽ കഴിയുന്ന സ്നാപകനിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒഴുകുന്നു. കൊണ്ടോ എന്തൊരു ഗ്രേസ് അവിടെ പ്രവർത്തിക്കുന്നതൊക്കെ. ശരിക്കും പരിശുദ്ധ അമ്മ കംപ്ലീറ്റ് ഷീ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം ഇവിടെ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18, 19, 11 യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായി മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഉണ്ടോ? അവൾക്ക് വചനത്തെ ഗർഭം ധരിച്ചു. യോഹന്നാൻ 1:14-15 ദൈവവചനം ഗർഭം ധരിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, അവൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് വചനത്തെ അത് മാംസമാക്കി മാറ്റുന്നത്. ഇപ്പോൾ അച്ഛൻ ഈ പറയുന്ന ദൈവവചനം അത് നമ്മുടെ ജീവിതത്തിൽ ജീവനാക്കി മാറ്റിത്തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വാക്കുകളല്ല, അതിൽ പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ഓരോ സംഭവം ഉണ്ടാകും. അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ ഹീലിംഗൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ്
യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം വായിക്കുമ്പോൾ നിക്കോദെമോസ് വന്നിട്ട് ഈശോയോട് പറയുന്നൊരു വാക്കുണ്ടല്ലോ, നീ ദൈവത്തിൽ നിന്നുള്ളവനാ, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമല്ല. കാരണം അത് ദൈവം എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധത്വം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവെന്ന് വെച്ചാൽ ഒരു മാറി നിൽക്കുമ്പോൾ ത്രിത്വത്തിലെ ഒരു ആത്മാവിനെ മാറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിച്ചേക്കൽ. ഒരുമിച്ചാണ്, ത്രിത്വം ഒരുമിച്ചാണ്. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വാസം പറയും. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന്. ട്രിനിറ്റിയാണ്. ആ ട്രിനിറ്റി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഭവമാണ്. അതാണ് അബ്രാഹത്തിൻ്റെ വീട്ടിൽ 3 അതിഥികൾ വരുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്നത്. അത് ത്രിത്വത്തിൻ്റെ അടയാളമായിരുന്നു. പരിശുദ്ധ ത്രിത്വം വരുന്നതായിട്ട് പറഞ്ഞത് ത്രിത്വത്തിൻ്റെ അടയാളം. അപ്പോൾ അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് ശരിക്കും പരിശുദ്ധം വരുന്നത് ദൈവത്തിൽ വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ റോമലേഖനത്തിൻ്റെ 4:1-4 വരെ അബ്രാഹം നീതിയിരിക്കുന്ന പ്രവർത്തികളല്ല, നേരെമറിച്ച് വിശ്വാസത്തിലാണ്. അബ്രാഹം ദൈവത്തിൽ വിശ്വസിക്കും, ദൈവവചനങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തികളിൽ ത്രിത്വം വന്ന് വാസമുറപ്പിക്കും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം കടന്നു വരിക. ഇപ്പോൾ ഈശോയിലെ ഈശോ പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണ്. അപ്പോൾ ഈശോ പിതാവ് ഒന്നാണ്. അപ്പോൾ അതേസമയം ഈശോയിലെ അപരിശുദ്ധമാവും. അപ്പോൾ അവിടെ ഈശോയിലെപ്പോഴും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, ഈശോയുടെ ജീവിതം മുഴുവനും ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ ത്രിത്വം അതിങ്ങനെ നിൽക്കുകയാണ്. അത് മനുഷ്യബുദ്ധിക്ക്, അത് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഇത് കൂടെ നടക്കും. ശരിക്കും നമ്മളെ സഹായിക്കുന്ന ഒരു സ്ത്രീത്വം നമ്മൾ പോകുന്നു. അത് ഈ അരൂപി, ഇതാണ് പരിശുദ്ധാത്മാവ്. ദൈവം ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അതാണ് 2 കൊരിന്തോസിൻ്റെ 3-ാം അധ്യായത്തിൽ പറയും. 3-ാം അധ്യായത്തിൻ്റെ 17-18 പറയും, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ശരിക്കും ഫ്രീഡം. അവിടെ പൈശാചികത്തെ നമ്മൾ ബന്ധിക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ ആത്മാവുള്ള ഒരാളെ ബന്ധിക്കാൻ പറ്റില്ല, ഒരിക്കലും സാധ്യമല്ല. അത് കർത്താവിൻ്റെ ആത്മാവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് തന്നെയാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 10:39 പറയുന്നുണ്ട്, ഈശോയെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു. ഈശോയെ ശത്രുക്കൾ ബന്ധിക്കാൻ നോക്കുമ്പോഴും അവനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം കർത്താവിൻ്റെ ആത്മാവ് അവനെ ഉള്ളതുകൊണ്ട് അവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. അവനോട് സാംസനെ കാണാൻ പറ്റും, അവനെ ബന്ധിക്കുന്നുണ്ട് അവർ, പക്ഷേ അവൻ പൊട്ടിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. അവസാനം കർത്താവിൻ്റെ ആത്മാവിനെ അവനത് അനുസരണക്കേട്, അവൻ നാസിർ വ്രതക്കാരനാണ് എന്നുള്ള ആ രഹസ്യം അവൻ പറയാൻ പാടില്ലായിരുന്നു. ദേവി ചില രഹസ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചില പ്രത്യേക പുണ്യങ്ങൾ പറയരുത്. അപ്പോൾ അത് ചില കാര്യങ്ങൾ, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അവനൊരു ബന്ധിക്കുന്നത്. എന്നിട്ടും അവനെ ബന്ധിക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അവനെന്തെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ വേറൊരു സംഭവം നമുക്കന്ന് കാണാൻ പറ്റും. അവൻ്റെ മരണത്തോടെടുക്കുന്ന സമയത്ത് വീണ്ടും ഈ ആത്മാവ് അവനിലേക്ക് വന്ന് നിറയുന്ന കാണാൻ പറ്റും. ശരിക്കും അവിടെ ഒരു സമയത്ത് അവൻ അകന്നു പോയെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും അവൻ കരയുമ്പോൾ അവനിലേക്ക് വന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നതും അവനോട് വെച്ച് വലിയൊരു മഹാത്ഭുതം ചെയ്യുന്നതായിട്ടും ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കൾ ഇല്ലാതായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, പരിശുദ്ധാത്മാവാണ് നമ്മൾ നയിക്കേണ്ടത്. ഇവിടെ കണ്ടുമുട്ടുന്ന പരിശുദ്ധാത്മാ, അതായത് യോസേപ്പിതാവും മാതാവും അവർ സഹവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ശരിക്കും ഈശോയുടെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ദൈവാരൂപിയാണ്. ഈ ലുക്ക 1:34-35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് അവിടെ നിറഞ്ഞ് പ്രവർത്തിക്കുന്നത്. നിങ്ങളെയും എൻ്റെ ചലനങ്ങളെ, വാക്കുകളെ, നടപ്പുകളെ, ജോലിയെ, പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. നിങ്ങളുടെ ഒരു ആത്മമിത്രമായിട്ട് പരിശുദ്ധമാണ്. ശരിക്കും പരിശുദ്ധ അമ്മയുടെ ആത്മമിത്രം പരിശുദ്ധാത്മാവ്. അവളാണ് ഗർഭിണിയെ കാണപ്പെട്ടപ്പോൾ ഭർത്താവായ യോസേപ്പിതാവ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അവൾ അവൾ അസ്വസ്ഥപ്പെടുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളവർക്കറിയാം. ശരിക്കുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ കൂടെ നിൽക്കും, നമുക്കറിയാം, നമുക്കൊരു ബലമുണ്ട്, ഒരു ഭയങ്കര ധൈര്യം. കാരണം അതിന് 100% ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു ഏതൊരു വാക്കിനും 100% ഉറപ്പ്. അത് മാനുഷിക വാക്കല്ല, ദൈവികമായ വാക്കാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 25 വരെ ഈ യോസേപ്പിതാവ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവിടെയും പറയണം ഇത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ ദർശനങ്ങൾ അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണല്ലോ സ്വപ്നത്തിൽ വന്ന് അതാണല്ലോ ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:28-29 പറയുന്നത്. അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെ മേലും വർഷിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണണം, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, എൻ്റെ ദാസന്മാരുടെ മേലും ഞങ്ങൾ കടന്നു വരുമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ അരൂപി വന്നു കഴിയുമ്പോഴാണ് ഈ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ കൊണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ പരിശുദ്ധമാണ് യോസേപ്പിതാവിന് ശരിക്കും ഇതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുള്ള ഈശോയെക്കുറിച്ചുള്ള രഹസ്യം, അതിൻ്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അരൂപിയുടെ ഒരു പ്രവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അതിനുശേഷം ഈശോയ്ക്ക് പേര്, ഈ കന്യ ഗർഭം ധരിച്ചൊരു
ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടും. അതിനുശേഷം അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതെല്ലാം പരിശുദ്ധാത്മാവാണ്. എല്ലാം വചനമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന ആ ഈശോയുടെ ജനനത്തിൽ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, എമ്മാനുവേൽ എന്നറിയപ്പെടുമെന്നുള്ള ആ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഈ അരൂപി പ്രവർത്തിക്കണം. ഈ അരൂപി നമ്മുടെ ഏതെങ്കിലും കുറച്ച് നേരമല്ല, ശരിക്കും ഇവിടെ പരിശുദ്ധ അമ്മയുടെയൊക്കെ ഒരു ആത്മമിത്ര പരിശുദ്ധാത്മാവ്. യോസേപ്പിതാവിനും ഒരു നീതിമാനായി ജീവിച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവ്, കാരണം നീതിമാനം ജീവിക്കാൻ തന്നെ കാരണം അത് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്. എങ്കിൽ പരിശുദ്ധമുള്ളവർക്ക് അത്ര നീതിബോധത്തോടെ സത്യസന്ധതയോടെ ഭൂമി ജീവിക്കാൻ പറ്റുള്ളൂ. ലോകാരൂപിയാൽ ബന്ധിക്കപ്പെട്ടിട്ടില്ലത് ഒക്കെ ഹൃദയം മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുത്ത ജീവിതങ്ങളാണ്. അതുകൊണ്ട് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ ശരിക്കും 14 വരെയുള്ള വചനം നമ്മൾ വായിക്കേണ്ടതാണ്. വലിയ അഭിഷേകത്തിൻ്റെ വചനമാണത്. ജഡികമായി ജീവിക്കുന്നവരാകട്ടെ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ആ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കൊണ്ടോ ജഡിക താല്പര്യങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ പറ്റാത്തത്. പലവിധ ആഗ്രഹങ്ങൾ, പണം, സുഖം, പേര്, പെരുമ, ഭാവി, ഇതെല്ലാം അവനെന്തോ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് വിശ്വാസക്കുറവാണ്. ഈശോയ്ക്ക് ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലതാണ്. എഫെസോസ് 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ. തന്മൂലം ആരും അഹങ്കരിക്കേണ്ട. ശരിക്കും ആ വിശ്വാസം നന്നായിട്ട് വേണമായിരുന്നു. അതായത് ഹെബ്രായ ലേഖനം 11:1-2 പറഞ്ഞ വിശ്വാസം അത് കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ബോധ്യം. അതായത് എല്ലാം വിശ്വസിക്കുന്നത് കിട്ടുമെന്ന്. അത് തന്നെയാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 11:5 മുതൽ 7 വരെയുള്ള വചനം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ശരണം പ്രാപിക്കുന്ന ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്കൊന്ന് പ്രതിഫലം നൽകുന്നു വിശ്വസിക്കണം. പിന്നെ ഞാൻ തിരിച്ചു വരിക പ്രിയപ്പെട്ട സഹോദരൻ. അതായത് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മമിത്രമായിട്ട് മാറട്ടെ. നിൻ്റെ നടപ്പിലും എടുപ്പിലും നിൻ്റെ ലോക പ്രവർത്തികളിലും നിൻ്റെ എല്ലാ മേഖലകളിലും നിന്നെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഒരിക്കലും പൈശാചിക അരൂപികൾ നയിക്കാതിരിക്കട്ടെ. പൈശാചിക അരൂപികൾ എന്തുകൊണ്ടാണ് നമ്മൾ നയിക്കുന്നത്? പലപ്പോഴും നമ്മളതിന് അടിമ വെക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യം സ്ഥിരം നമ്മളിങ്ങനെ ടെലിവിഷനും ലോകത്തിൻ്റെതായ തിന്മകളും ഒക്കെ കാണുകയും, അതായത് ഒരുപാട് സിനിമകളും വേണ്ടതും വേണ്ടാത്തതും എല്ലാം കേട്ടും വായിക്കുമ്പോൾ അറിയാതെ നമ്മൾ അടിമയായി പോവുക. ചില കുട്ടികളൊക്കെ ഉണ്ട്, അവർ ഹൊറർ ഫിലിമുകൾക്ക്, ചില ഗെയിമുകളൊക്കെ സ്ഥിരമായിട്ട്, അല്ല ചില സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ പെട്ടു, ചില സോഷ്യൽ മീഡിയകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അടിമയായി തീരും. അപ്പോൾ പിശാചിൻ്റെ അടിമയായി തീരുക. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അപ്പോഴാണ് ഈ ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ആ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക ഒരിക്കലും സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചിലത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായിട്ട് രൂപപ്പെടുക. റോമൻ ലേഖനത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, 14-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവ് സന്തോഷമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലൊരു ആനന്ദം, അത് വെറും ലോകത്തിന്, അതായത് വീണ്ടും പറയുകയാണ്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിലൊരു സന്തോഷം, അതായത് ഫിലിപ്പിയർ 4:4 ഒരു ആനന്ദമൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു ആത്മബന്ധം കൂടാൻ വേണ്ടി ആഗ്രഹിക്കുക. ശരിക്കും സഭയ്ക്ക് ഒരു ബന്ധമാണ്. സഭയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് വെച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. സഭയെ അതുപോലെ നമ്മെ ഓരോരുത്തരും നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ദൈവഹിതം നമ്മളോട് വെളിപ്പെടുത്തേണ്ടതും പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും നമ്മളെ തന്നെ അടിമപ്പെടുത്തുക. ലൗകിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ആ ദൈവത്തിന് കീഴ്പ്പെടാൻ ആർക്കൊരിക്കലും അതിന് സാധ്യമല്ല. അത് വലിയ വചനമാണ്. റോമലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വചനത്തിലും അത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ലൗകിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന ഒരു ആത്മാവിന് ഒരിക്കലും ദൈവത്തിന് കീഴ്പ്പെടുക അതിനൊരു സാധ്യമല്ല. വീണ്ടും പറയും, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി ശരിക്കും പരിശോധന നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി പണം, സുഖം, ഭക്ഷണം, ഉറക്കം, അല്ലെങ്കിൽ ആളുകളുടെ നല്ല വാക്കുകൾ, ആളുകളുടെ പ്രോത്സാഹനങ്ങൾ, ലോകത്തിൻ്റെതായ സംഭവങ്ങൾ, ആഭരണപ്രിയം, വലിയ വസ്ത്രത്തോട് അമിതമായ പ്രിയം, വാഹനങ്ങളോട് പ്രിയം, വസ്തുക്കളോടുള്ള പ്രിയം, ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാകത്തില്ല. ശരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ ആത്മീയരാണ്, ജഡികരല്ല, നിങ്ങൾ വെറും വലിയ. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നയിക്കും.
എല്ലാം പറഞ്ഞു കൊടുക്കുന്നൊരു അനുഭവം ഉണ്ടാവും. അതൊരു വലിയ അനുഭവമാണ്. പരിശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയരാണ്, ജഡികരല്ല. വീണ്ടും വചനം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ലത്. ശരിക്കും ഈശോയുടെ ആത്മാവ് നിറയുന്ന വ്യക്തി ലോകാരൂപിയിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടു പോകുന്നൊരു അനുഭവം ഉണ്ടാകും. ലോകത്തിൻ്റെ അതാണ് അതിലേക്ക് നമ്മൾ ആകർഷണം, നമ്മുടെ ചിന്ത യാത്ര ചെയ്യണം, ഒരുപാട് യാത്ര ചെയ്യുന്നു, വെറുതെ സമയം കളയുന്നു, ഒരുപാട് ലേസിനെസ്, ഉറക്കം കളയുന്നു, ഒരു ഉത്തരവാദിത്തമില്ല, സംസാരിച്ച സമയം മുഴുവൻ കളയുന്നു. ഇത് മുഴുവനും ലോകാരൂപി നിറയുന്നുണ്ട്. വ്യർത്ഥ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. 2 തിമോത്തി 2:16-17 പറഞ്ഞ വ്യർത്ഥ സംഭാഷണങ്ങളൊക്കെ നമ്മുടെ നാവിനെ വിട്ട്. യാക്കോബ് 3:1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞ നാവിനെ നിയന്ത്രിക്കാതെ ഇങ്ങനെ പോകുന്നൊരവസ്ഥ. ഇതെല്ലാം ലോകാരൂപി നമ്മുടെ നാവിൽ നിറഞ്ഞു, ചെവിയിൽ നിന്ന് കണ്ട്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് നമുക്കൊരു ബന്ധമില്ല. പരിശുദ്ധാത്മാവായിട്ട് അന്ന് ബന്ധം വരുമ്പോഴാണ് നമ്മൾ അനോയിൻറ്റഡ് ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആനന്ദം. അത് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, സന്തോഷം, വലിയൊരു ആനന്ദം നമുക്ക് പിന്നെ ദൈവാനുഭവം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ വന്ന് പരിശുദ്ധാത്മാവാണ് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ സംശയം മാറി. കാരണം സംശയം ശരിക്കുള്ള സംശയം നീക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്തോരു ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം ലോകദൃഷ്ടി നോക്കുമ്പോഴേ. പക്ഷേ അവിടെ യോസേപ്പ് പിതാവ് അംഗീകരിക്കുന്നത് മനുഷ്യർ പറഞ്ഞുകൊണ്ടല്ല, ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചാലേ നമ്മുടെ സംശയങ്ങളൊക്കെ മാറുള്ളൂ. നമ്മുടെ സംശയങ്ങൾ എല്ലാം ഈശോയെക്കുറിച്ച്, കത്തോലിക്ക സഭയെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച് ഒക്കെ സംശയങ്ങൾ ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട്. അല്ലെ പൈശാചിത്യത്തിലുണ്ടോ സംശയങ്ങൾ. ഈ സംശയങ്ങൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കിട്ടും, അരൂപിയുടെ പ്രവർത്തനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ സംശയം കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം അതാണ്. ശരിക്കും ഇവിടെ യോസേപ്പ് പിതാവിന് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യത്തെ അത് അംഗീകരിക്കാത്തത് അതിൻ്റെ സത്യം എന്തെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. ഏതൊരു കാര്യത്തിൻ്റെ സത്യം നമുക്ക് വെളിപ്പെടുത്തിരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ലോകത്തിനൊന്നും സത്യം വെളിപ്പെടുത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ കണ്ടുമുട്ടുന്നത്. കാരണം എന്താ? യോസേപ്പ് നീതിമാനായതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് കൂടെയുള്ള പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ഈ ദൈവിക രക്ഷാകര പദ്ധതി നടക്കുന്നത്. ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകണം. ദൈവം അതിനെ മനസ്സിലാക്കുക. അതാണ് ഈ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നതിൻ്റെ ഗുണം. അതാണ് 10 പ്രമാണങ്ങളും വിശ്വാസത്തിൻ്റെ ശക്തിയൊക്കെ ഉറക്കെ പിടിക്കുന്നതിൻ്റെ കാരണം അത് ശരിക്കും പരിശുദ്ധാത്മ ഉള്ളതുകൊണ്ടാണ്. പരിശുദ്ധാത്മ ഉള്ളവർ അങ്ങനെയാണ് പരിശുദ്ധാത്മയിലേക്ക് വരുന്നത്. ആദ്യ പടികളൊക്കെയാണ് ദൈവ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ഈ പരിശുദ്ധാത്മയുള്ള ആത്മബന്ധം. അപ്പോൾ നമ്മുടെ ഏത് മേഖല, ഭൗതിക മേഖലയാകട്ടെ, ആത്മീയ മേഖലയാകട്ടെ, കുടുംബമാകട്ടെ, മക്കളാകട്ടെ, ഏത് പ്രശ്നത്തിലും ഒരു പരിഹാരം കണ്ടുപിടിച്ച് തരുന്നത് പരിശുദ്ധാത്മാവ്. വേറെ ആരും നോക്കിയാലും പരിഹാരമില്ല. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുന്നല്ലാതെ അത് ശരിക്കുള്ള ഒരു ചേഞ്ച്, പെർമനൻ്റായിട്ട് ആ പ്രോബ്ലം സോൾവ് ആകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ അവിടെ ആ പ്രശ്നത്തിൽ ഇടപെടണം. പരിശുദ്ധാത്മാവ് ഇടപെടാതെ ആ പ്രശ്നം പെർമനൻ്റായിട്ട് സോൾവ് ആകത്തില്ല. മനുഷ്യർ ആരിടപെട്ടാൽ ആ പ്രശ്നം സോൾവ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു ആത്മമിത്രമായിട്ട് തരട്ടെ. എൻ്റെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇവിടെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ഈ പരിശുദ്ധാത്മ മറ്റ് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ട, ഓരോരുത്തരൊക്കെ മാറ്റി നിർത്തേണ്ട പോലെ മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറാകണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-20 വചനത്തിൽ ഈശോ കാസറി ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാൻ എന്ന് പറഞ്ഞാൽ, ചിലർ ഏലിയ, ജെറമിയ, പ്രവാചകന്മാരൊരുവൻ എന്നൊക്കെ പറയുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സ്ഥാനം എന്ത്? നിങ്ങൾ എന്നെ എന്തായിട്ട്? അപ്പോൾ പത്രോസിനെ ഓർക്കാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. അപ്പോൾ ഈശോയും പത്രോസും തമ്മിൽ പിന്നീട് കണ്ടുമുട്ടുന്നു. അപ്പോൾ ഒരു ബന്ധം. പത്രോസിൻ്റെ ഒരു ആത്മമിത്ര ആരാന്ന് വെച്ചാൽ അത് ഈശോയായിരുന്നു. അവനവൻ്റെ ഭാര്യയെക്കാളും അവൻ്റെ അമ്മായിമ്മയെക്കാളും അവൻ്റെ മക്കളൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല. അതൊന്നുമല്ല. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്ത് പറയുന്ന ഈശോ മിശിഹായെക്കുറിച്ച് മാത്രമാണ്. കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. പിന്നീട് ഈശോ തന്നെ പത്രോസ് ആവർത്തിക്കുന്നുണ്ടല്ലോ. അതാണ് യോഹന്നാൻ 21:15 വചനത്തിൽ, യോഹന്നാന്റെ പുത്രനായ ശിമോൻ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു, ടു ലവ് മീ മോർ ദാൻ ദീസ്. ചോദിക്കുന്ന കാരണം അപ്പോൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഈശോയെ ബെസ്റ്റ് ഫ്രണ്ടായി സ്വീകരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സൗഹൃദം കിട്ടുന്നത്. അത് പഠിക്കുന്ന സ്ഥലത്തും, പരീക്ഷ എഴുതുമ്പോഴും, ജോലി സ്ഥലത്തും, യാത്ര ചെയ്യുമ്പോഴും, തനിച്ചിരിക്കുമ്പോഴും, ജീവിതത്തിൽ ചില വലിയ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴും, തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുമ്പോഴും, നമ്മുടെ കൂടെയുള്ളവരെ നഷ്ടപ്പെടുമ്പോഴും, ആത്മമിത്രങ്ങൾ മരിച്ചു പോകുമ്പോഴും ഒക്കെ നമ്മൾ ധൈര്യവും ശക്തിയും ബലവും നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ബന്ധമില്ലാത്തപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് പണമാകാം, ജോലിയാകാം,
കുടുംബമാകാം, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കളാകാം, സ്നേഹിതരാകാം. അവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നതിൻ്റെ കാരണം നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. വ്യക്തിബന്ധം, ഒരു ആത്മബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, ഈ പരിശുദ്ധാത്മാവിനെ അറിയണം, അനുഭവിക്കണം. ഈ പെന്തക്കോസ്ത ദിനത്തിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെയും ആത്മമിത്രമായിട്ട് പരിശുദ്ധം വയ്ക്കട്ടെ. അതിനേക്കാൾ ബന്ധം ഈ ഭൂമിയിൽ ആരോടും ഉണ്ടാകാതിരിക്കട്ടെ. അതാണ് ശരിക്കും ഈ ദൈവം ആവശ്യപ്പെടുന്നത് തന്നെയാണല്ലോ. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനം. ഇസ്രായേലിലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ആ ഒരു സ്നേഹം, അപ്പോൾ ആത്മമിത്രമായിട്ട് ഹൃദയം മുഴുവൻ കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യക്തിബന്ധം, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്ന് പറയുന്ന കാരണം അതാണ്. ഇത് തന്നെ മർക്കോസ് സുവിശേഷത്തിനും പറയുന്നുണ്ട്, ഒരു ആത്മബന്ധം, ഈശോയുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്കുണ്ടാകണം. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വചനത്തിൽ ഇതാണ് 1-ാമത്തെ കൽപ്പന. ഇസ്രായേൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കുക. പത്രോസിനോടും പറയുന്നത് സ്നേഹിക്കുക. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ഈശോ അത്യഗാധമായി സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് മാടപ്രാവിനെ പോലെ പറന്നു വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, എൻ്റെ പാപങ്ങൾ പരിഹാരം ചെയ്തു, ഈശോ എന്നെ വീണ്ടെടുത്തു, ഈശോയാണ് എൻ്റെ കർത്താവ്, ഈശോയാണ് എൻ്റെ ദൈവം, ഈശോയുടെ നാഥൻ. യോഹന്നാൻ 20:28 തോമസ് ലേവൻ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. യോഹന്നാൻ മത്തായി 16:16 നീയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്നൊക്കെ പറയുന്ന, അങ്ങനെ അത് ഏറ്റുപറഞ്ഞ ആ ഒരു ആത്മബന്ധം വെക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഒരു സഹയാത്രികനായിട്ട് മാറുന്ന സംഭവം. അതാണ് ശരിക്കും ഈ എമ്മൗസിലേക്ക് പോകുന്ന ശിശുമായിട്ട് കൂടെ നടക്കുന്നത്. ഈശോയെ കാണുന്നുണ്ടെങ്കിൽ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, പക്ഷേ അവസാനം ബലിയർപ്പണം നടക്കുമ്പോൾ ഈ ഉത്തിതനായ ഈശോ കാണിച്ചു കൊടുക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 20:22-23 ഈശോ ശിശുമായിട്ട് നിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും, കാരണം അപ്പോൾ തന്നെ ഈശോയെ, അവിടെ ഉത്തിതനായ ഈശോയെ പോലെ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ നമ്മൾ ചരിത്രം ബൈബിൾ മുഴുവൻ പഠിച്ചു, അവിടെ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം, മുമ്പ് ഞാൻ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെ വചനത്തിൽ ജലപ്പരപ്പിന് മീതെ ചരിക്കുന്ന പരിശുദ്ധം. ആ വെളിപാടിൻ്റെ 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആത്മാവ് സഭകളോട് പറയുന്നത്, ആത്മാവിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റും. ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയും. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള അവിടെ ഈശോയുടെ പ്രത്യാഗമനത്തെക്കുറിച്ച് വെളിപാടിൻ്റെ 22-ന്റെ 6 മുതൽ 13 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസവും യോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചക ആത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇത് ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ അരൂപി നയിക്കുന്ന, അത് മനുഷ്യബുദ്ധിക്ക് അതീതമായ ഈ ട്രിനിറ്റിയുടെ പരിശുദ്ധത്വത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നയിക്കലുണ്ട്. അതാണ് നമ്മൾ പറയുന്ന സംഭവം. അതാണ്. അപ്പോൾ ഇത് മുഴുവൻ, ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പരിശുദ്ധാത്മാവ് എന്നിലും നിന്നിലും നിറഞ്ഞ് പ്രവർത്തിക്കാൻ നീ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. വീണ്ടും ഇവിടെ ഒരു വചനം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനത്തിൽ ഈ ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ശത്രുവായ ഹെറോദോസ് ഈശോ കൊല്ലുവാനായിട്ടുള്ള പദ്ധതികൾ ക്രമീകരിക്കുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടാകുന്നുണ്ട്. അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ, അതായത് 3 ജ്ഞാനികൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നവരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അപ്പോൾ ഇവിടെ ഹെറോദോസ് ഈശോയെ വധിക്കാൻ പോകുന്ന കാര്യം, സംഭവിക്കാൻ പോകുന്ന അത് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അപകടങ്ങളെല്ലാം മുന്നിൽ കാണിച്ചിട്ട് വഴിയും മുന്നറിയിപ്പ് മാത്രമല്ല, പോകാനുള്ള വഴികളെല്ലാം കാണിച്ചു കൊടുത്ത് രക്ഷ. ശരിക്കും അവിടെ ഈ ഔസേപ്പിതാവിന് അല്ലെങ്കിൽ അവർക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണത്. ആ രൂപയുടെ പ്രവർത്തനം അത് തന്നെയാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വചനം വായിക്കുമ്പോൾ അവിടെ പത്രോസ്ലീഗ എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ
ആദ്യം വചനം പ്രസംഗിക്കുന്നു. ഭയപ്പെട്ട് ഇവരെല്ലാവരും സെക്യൂരിൻ മാളിക മുറിക്കുള്ളിൽ വാതിലടച്ച് ജനലടച്ച് പേടിച്ചിരുന്ന് ഇരിക്കുന്നവർ. കാരണം മുഴുവൻ ശത്രുക്കൾ നടുവിൽ ഈശ്വര ഉത്ഥാനം എല്ലാം കണ്ടു കേട്ടുവെങ്കിലും പുറത്തിറങ്ങി പ്രസംഗിക്കാനോ പറയാനോ ഉള്ള യാതൊരു ധൈര്യം അവർക്കില്ല. പക്ഷേ ആ സമയത്താണ് ഈ പെന്തക്കോസ്ത് അനുഭവം. അപ്പോസ്തല പ്രവർത്തനം 2:1-4 വരെ ആ അഗ്നിമഴ പരിശുദ്ധാത്മാവ് ഒരു അടയാളം അവർ വന്ന് നിറയെ. ശരിക്കും അവർ നിറഞ്ഞു. ഇവർ കാണാൻ പറ്റുന്നതിൻ്റെ കാരണം നിറഞ്ഞുകൊണ്ട് പരിശുദ്ധം ഉള്ളവർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയാതെ ഇതൊന്നും തിരിച്ചു കാണണം. പലപ്പോഴും ദൈവിക രഹസ്യങ്ങൾ നമ്മൾ ആരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. 1 കൊറിന്തോസിൻ്റെ 2:14-15 പറയും, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യനാകട്ടെ അവനറിയാതെ അവൻ ആ അരൂപി ചലിക്കുന്നു, നീങ്ങുന്നു, പോകുന്നു, വരുന്നു എല്ലാം അവനറിയാൻ പറ്റും. അവൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധം അകന്നിരിക്കുമ്പോൾ അവൻ അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ അരൂപിക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ശരിക്കും ജീവിതത്തെ മുഴുവൻ, ലോകത്തെ ചരിത്രത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധമാവാം. ചില പരിശുദ്ധമാവിന് അടിമപ്പെടുന്നവർ ചില പൈശാചികതയ്ക്ക് അടിമപ്പെട്ടു പോകും. ഇവിടെ ഞാൻ പറഞ്ഞത് ഈജിപ്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു സഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാരണം ഒരു അപകടത്തിന് രക്ഷിക്കാൻ വേണ്ടി വേറൊരു വഴിയിലൂടെ കൊണ്ടുപോകുന്നു പരിശുദ്ധാത്മാവ്. അവിടെ അതെല്ലാം ദൈവ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കുന്നു. എല്ലാ സഹനങ്ങളും രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നു. ഈശോയുടെ ജീവിതം മുഴുവനും തന്നെ രക്ഷാകര ചരിത്രത്തിൻ്റെ, അതായത് ഹോസ്യ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ കാണുന്ന, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അപ്പോൾ ശരിക്കും ഈശോയുടെ പദ്ധതിയിൽ, രക്ഷാകര പദ്ധതിയിൽ ഈജിപ്തുമായി കാണാം. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവവിളി ആരംഭിക്കുന്നു ഈജിപ്തിൽ നിന്ന്. ഒരു ദൈവവിളി ആരംഭിക്കുന്നു, 2ാം ഘട്ടം ശരിക്കും ആരംഭിക്കുന്നു ഈജിപ്തിൽ നിന്ന്. അപ്പോൾ അതേ അനുഭവത്തിലൂടെ ഈശോയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന തലങ്ങളാണ്. ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, അവിടുന്ന് ഈജിപ്തിൽ നിന്ന് അവർ പരിശുദ്ധ അമ്മയും യസപിതാവും കൂടി ഉണ്ണീശോയും കൂട്ടിക്കൊണ്ട് നസ്രത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലും സ്വപ്നത്തിലൂടെ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു. എല്ലാം മുൻകൂട്ടി എല്ലാം കാണിച്ചു പരിശുദ്ധ. ഈ പരിശുദ്ധാത്മാവിനോട് ആത്മീയ ബന്ധം ഉണ്ടാകണം, വലിയൊരു ബന്ധം ഉണ്ടാകണം. ആ വലിയ ബന്ധമില്ലാതെ പറ്റില്ല. സങ്കീർത്തനത്തിൽ 51-ാമത്തെ അധ്യായത്തിൽ ശരിക്കും ദാവീദിൻ്റെ ഒരു നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത്. ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് ഭയന്നു പോയത് ദൈവത്തിൻ്റെ ചൈതന്യം, അവന് കിട്ടിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അവൻ്റെ തലയിലേക്ക് ഒഴുകപ്പെട്ട ഒരു തൈലമുണ്ട്. അത് സാമുവേൽ പ്രവാചകൻ അവൻ്റെ ശിരസിലേക്ക് തൈലമൊഴിച്ച് അവനെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പറ്റിയത്, ഇസ്രായേൽ ജനത്തെ പല അപകടങ്ങൾ രക്ഷിക്കാൻ പറ്റുന്നത്. അങ്ങനെ വളരെ വിജയം കൊയ്തുകൊണ്ടിരിക്കുന്ന ഇവൻ ഒരു നിമിഷം മാരക പാപം, വ്യഭിചാരം എന്ന പാപവും അതിനോട് ചേർന്നൊരു കൊലപാതകവും കൂടെ നടത്തിക്കഴിഞ്ഞപ്പോൾ മാരക പാപം വന്നപ്പോഴേ നാഥാമെന്ന് പറഞ്ഞു, തീരാൻ പോവുക, ദൈവത്തിന് അന്ന് വിട്ടുപോവുക. നീ രഹസ്യമായിട്ട് പരസ്യമായിട്ട് നീ ജീവിതം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകാൻ പോവുക. കാരണം പാപം ചെയ്യും, ഈ ആത്മാവും വിട്ടു വന്നു. പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം പരിശുദ്ധാത്മാവ് അകന്നു പോകുന്നു എന്നുള്ളൊരു സംഭവമാണ്. അവിടെ നാഥാൻ എന്ന പ്രവാചകൻ പരിശുദ്ധാത്മ നിന്നെ വിട്ടുപോകാൻ പോവുക. നീ അനീതി ചെയ്തു, നീ കൊലപാതകം നടത്തി, നീ വ്യഭിചാരം ചെയ്തു, നീ വിളച്ച പാപത്തിലേക്ക് പോകുമ്പോൾ ഉടനെ നിനക്ക് പ്രശ്നം വേണം. ശിക്ഷയിൽ ഇവിടെ ശരിക്കും ശിക്ഷയെന്ന് വാക്ക് പറയാൻ പറ്റില്ല. ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം വിശുദ്ധിയില്ലാതെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റില്ല. വിശുദ്ധിയുള്ള സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എബ്രായ ലേഖനത്തിൻ്റെ 12-14-15 എല്ലാവരോടും സമാധാനത്തെ വിശുദ്ധിക്ക് വിശുദ്ധി വേണം. 1 തെസ്സലോനിക്കർ 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:7-8 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മൾ ചെയ്യുക. വിശുദ്ധി വേണം, ഹോളിനെസ് പാലിക്കണം. റോമ 12:1-3 വരെ വിശുദ്ധി പാലിക്കണം. വിശുദ്ധി മാത്രം മതി. റോമാലേഖനത്തിൻ്റെ 13-11-14 വരെ വചനം വിശുദ്ധി പാലിക്കണം. 1 കൊറിന്തോസിൻ്റെ 6:16-17 വചനം പറഞ്ഞ വിശുദ്ധി പാലിക്കണം. എല്ലാം ഹോളിനെസ്സിനെ കുറിച്ച് 1 കൊറിന്തോസ് 3 മുഴുവൻ തന്നെ പറയുന്നത്. 3 പ്രത്യേകിച്ച് 10 മുതലുള്ള വചനം പറയുമ്പോൾ അവിടെ മുഴുവൻ കാണാൻ പറ്റും. ഹോളിനെസ് പാലിക്കണം, മെലാച്ഛതകളിലേക്ക് പോകരുത്. കാണിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ അകന്നു പോകുന്ന അനുഭവം, പരിശുദ്ധം പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ പിശാചുക്കളുടെ പ്രവർത്തനം കയറുക. അപ്പോഴാണ് തകർച്ചകൾ, അപ്പോഴാണ് ദുരിതങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ എല്ലാം സംഭവിക്കുന്നതാണ്. ഇവിടെ അത് തന്നെയാണ് ദാവീദിനോട് പറയുന്നത്, ദാവീദേ നീ മാരക പാപം ചെയ്തു കഴിഞ്ഞു, അവനോ സ്നേഹം, നീ അപകടപ്പെടാൻ പോകണം, നീ ഇതെല്ലാം കള്ളത്തരം കാണിച്ചു, നീ ഓർത്തു എല്ലാം നീ വിജയിക്കാൻ, പ്രശ്നം തീരുന്നു, പ്രശ്നം തുടങ്ങാൻ പോകുന്നുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം, നിനക്ക് കിട്ടിയ അഭിഷേകം നിനക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ പെട്ടെന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഓട്ടിപ്പോയി ദേവാലയത്തിൽ പോയിട്ട് 3 ദിവസം തപസ്സെടുത്തവൻ കരയാണ്, ഉപവാസം എടുത്തവൻ പാപം ചെയ്ത് തെറ്റിനെ ഓർത്താൻ അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൽ 51-ാം സങ്കീർത്തനത്തിൻ്റെ ഹൃദയസ്പർശിയായ വചനമാണ് 9 മുതലുള്ള വചനം. 9 മുതൽ 11 വരെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുത്തു കളയരുതേ.
പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. അപ്പോൾ അഭിഷേകം കിട്ടിയിട്ട് അഭിഷേകം പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ സൗള് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിന് നല്ലൊരു അനോയിൻറ്റിങ് കിട്ടിയതാണ്. പക്ഷേ പിന്നീട് ഇവൻ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു ദുരാത്മാവ് വന്നിട്ട് ഇവനെ എപ്പോഴും കയറി ഇവനെ കൂടെ പിടിക്കുമായിരുന്നു. ഒരു ദുരാത്മാവ്. സാമൂഹ്യം ഇങ്ങനെ ദാവീദ് വന്നിട്ട് കിന്നരമൊക്കെ വായിച്ച് ചെയ്യുമ്പോൾ ഈ ദുരാത്മാവിനെ വിട്ടുപോകും. ബാക്കിയെല്ലാം ഈ ദുരാത്മാവിന്. പിന്നെ ഈ ദുരാത്മാവ് ഇവനെ കൊണ്ട് ഈ ദാവീദിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ദാവീദിനെ കൊല്ലാൻ നടക്കും ഇവന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ദുരാത്മാവാണ്. പിന്നെ ഈ കൊലപാതകത്തിലേക്കും ഈ ആത്മഹത്യാ ചിന്തകളിലേക്കും വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും നിരാശയിലേക്കും ഈ ദുരാത്മാവിൻ്റെ പ്രവർത്തനം വരികയാണ്. അവിടെ ചതിയിലേക്കും വ്യഭിചാരത്തിലേക്കും മ്ലേച്ഛതയിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും മന്ത്രവാദത്തിലേക്കും കൂടോത്രത്തിലേക്കും ദൈവത്തിന് അഭിഷിക്തർക്കെതിരെ സംസാരിക്കാൻ പ്രേരണ കൊടുക്കുന്ന ഈ ദുരാത്മാവാണ്. ഈ ദുരാത്മാവ് ഈ സൗളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് സൗള് ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ആദ്യം അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറഞ്ഞ അനോയിൻറ്റഡായൊരുവന്. പക്ഷെ അവന് ദൈവകൽപ്പനകൾ ഇങ്ങനെ ലംഘിക്കുന്ന അഭിഷേകം കിട്ടിയ ശേഷം നമ്മൾ ദൈവകൽപ്പനകൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കൃപ മാറിപ്പോകുമെന്ന് പറയാം. ആ മാറിപ്പോച്ചാൽ പരിശുദ്ധാത്മാവ് മാറിയിട്ട് ദുരാത്മാവായിട്ട് മാറിപ്പോകുന്നത്. അത് ചേഞ്ചിങ് ടൈമുണ്ട്. പകരം രഹസ്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് മർക്കോസ് സുവിശേഷം 5:1-9 ലഘ്യോൻ ബാധിച്ചവന് അവനൊരു അശുദ്ധാത്മാവ് അൺക്ലീൻ സ്പിരിറ്റ് അവനെ കയറി ബാധിക്കുന്നുണ്ട്. കാരണം അവനൊരിക്കലും അനോയിൻറ്റിങ് കിട്ടിയിട്ടുള്ളതായിരിക്കും. പക്ഷേ അത് വെച്ചുകൊണ്ട് അവൻ അഹങ്കരിക്കുകയും അത് വെച്ചുകൊണ്ട് അവൻ പാപം ചെയ്യുകയും അത് വെച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുകയും ആ അനോയിൻറ്റിങ് വന്നപ്പോഴത്തേക്കും പിന്നെ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് അനോയിൻറ്റിങ് കൊണ്ട് എനിക്കിനി എന്തു ആകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയപ്പോഴാണ് അവന് അപകടത്തെ. അപ്പോൾ അത് ദുരാത്മാവായിട്ട് സൗള് ദുരാത്മം വന്നിട്ട് അത് പിന്നെ ഒരു കൊലപാതകത്തിൻ്റെ ആത്മാവ്, നശിപ്പിക്കുന്നതിൻ്റെ ആത്മാവ്, എതിർപ്പിൻ്റെ ആത്മാവ്, കുറ്റം പറച്ചിലിൻ്റെ ആത്മാവ്, വെറുപ്പിൻ്റെ പകരം ആത്മാവായിട്ട് മാറിപ്പോയി. അപ്പം ഇതുപോലെ നമ്മളിലും വലിയ ചേഞ്ച് ഉണ്ടാവും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മമിത്രമായിട്ട് മാറട്ടെ. ആണ് ജീവിതം വിശുദ്ധി പാലിക്കണം. വിശുദ്ധിയിലാണെങ്കിലേ ഈ ആത്മാവിന് ശരിക്കും നമ്മുടെ ചിന്തകളെ, ബുദ്ധിയെ, മനസ്സിനെ, ശരീരത്തെ, യാത്രകളെ, തീരുമാനങ്ങളെ, വാക്കുകളെ, പഠനങ്ങളെ, പ്രാർത്ഥനയെ, സുവിശേഷ പ്രഘോഷണ മേഖലകളെ, ദൈവ ശുശ്രൂഷകളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും വളർത്താനും പറ്റുള്ളൂ. അടി പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു ആത്മമിത്രമാകട്ടെ. ശരിക്കും ഒരു കാര്യം ജീവിതത്തിൽ പഠിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും നമുക്കൊരു മിത്രമുള്ളൂ, പരിശുദ്ധാത്മ മാത്രം. ഈശോയുടെ പീഡാസനത്തിന് വഴി നോക്കി ഈശോ കൂടെ ആരുണ്ട്? അപ്പോസ്തലന്മാരെല്ലാവരും ഓടിപ്പോയി. ഈശോ ഗെത്സമേൻ തോട്ടം വെച്ച് ഈശോ പിലാത്തോസിൻ്റെ അരമന വരുമ്പോൾ ഈശോ ഒറ്റയല്ലേ? പക്ഷേ ഈശോ പറഞ്ഞു, ഞാൻ ഏകനല്ല, എൻ്റെ കൂടെ ദൈവമുണ്ട്, ഈ ആത്മാവുണ്ട്. ഈശോ അതുകൊണ്ടാണ് ഈ സഹനത്തിൻ്റെ സമയത്ത് ഈശോയ്ക്കുള്ള ഒരു അർത്ഥം പറഞ്ഞു കൊടുക്കണം പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ആ സഹനം എടുക്കാൻ പറ്റുക. പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയുടെ കൂടെ ഈ ആത്മാവുണ്ട്, എപ്പോഴും ഉണ്ട് ആത്മാവുണ്ട്. അവസാനം പിതാവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നവർ വരെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട് അവിടെ. ഇറ്റ്സ് എ മിസ്റ്ററിയാണ്, വലിയൊരു രഹസ്യമാണിത്. പേരാത്മാവ് എന്നിലും നിന്നിലും നിറഞ്ഞ് പ്രവർത്തിക്കാൻ നീ ആഗ്രഹിക്കണം. കരഞ്ഞ് നീ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ നിറഞ്ഞ് പ്രവർത്തിക്കട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രമല്ല, വലിയ ഡെലിവറൻസും ഹീലിങ്ങും ഒക്കെ സംഭവിക്കട്ടെ. ദുഷ്ടാരൂപിയുടെ പിടിയിൽ നമ്മൾ മുഴുവൻ മോചിക്കപ്പെട്ട് അരൂപി നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ. ഇവിടെ എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കാണാൻ പറ്റും. ബൈബിൾ മുഴുവൻ നിറയേണ്ട ഇവരിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നത് എന്തിനറിയാമോ? ഈ പരിശുദ്ധാത്മാവ് കൂടെ വരാൻ വേണ്ടിയാണ്. കൂടെ നടക്കും. പരിശുദ്ധമാൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, ആ ഇൻറ്റിമേറ്റ്, ആ പരിശുദ്ധമാൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ലക്ഷ്യത്തിൽ എത്തിച്ചേരുള്ളതാണ് തിരുവചനം പറഞ്ഞത്. ബാക്കിയൊന്നും ലക്ഷ്യത്തിലെത്തിച്ചില്ല. കുറേയൊക്കെ പോകും, കുറേയൊക്കെ പോയിട്ട് വീണ്ടും പ്രശ്നങ്ങളും വിഷമങ്ങളും തകർച്ചകളൊക്കെ ആയിട്ട് അവസാനിക്കും. കാരണം പരിശുദ്ധാത്മാവ് കൂടെയില്ല. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക, ആ ഒരു ബന്ധം സ്വന്തമാക്കുക, അതായിരിക്കണം ആഗ്രഹം. അപ്പം അതിനോട് ഈശോ പറയുന്ന മാർഗ്ഗമാണ്. യോഹന്നാൻ 4:10 പറയും, അതായത് ഈശോ പറഞ്ഞുണ്ട്, സമരക്കാരോട് പറയാം, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്ന് അറിഞ്ഞ് എന്നോട് ചോദിക്കാൻ ജീവജലം തരും. ഇതൊക്കെ മാരകപാപിക്ക് പോലും പരിശുദ്ധമായിട്ട് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷേ ഇത് സംഭവം ഈശോ മാരകപാപിയുടെ മാരകപാപം നീക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഈ മാരകപാപം നീക്കുന്നങ്ങനെ ഈശോയുടെ കാലുവരി കുരിശും മരണത്തിലൂടെ, കർത്താവ് കാലുവരി ബലിയർപ്പിച്ചതിലൂടെയാണ് ആ പാപം നീങ്ങിപ്പോകുന്നത്. ആ പാപം നീങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ ഈ വ്യക്തി എന്താ ചെയ്യേണ്ടത്? ഈശോയാണ് എന്നെ വീണ്ടെടുക്കുന്നത്, എനിക്ക് വേണ്ടി മരിക്കുന്നത്, എനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടത് ഈശോയാണ് എനിക്ക് വേണ്ടി. അപ്പം അത് അംഗീകരിച്ച് ഈശോയെ എൻ്റെ കർത്താവും ദൈവമായിട്ട് ഏറ്റുപറയണം. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിലേക്ക് വരിക. തിരുസഭയിൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് ആത്മമിത്രമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ശരിക്കും ഈ അപ്പത്തിൻ്റെ ശരിക്കും ആത്മമിത്രം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സംഭവമാണ്. നമുക്ക് നല്ല ഭക്ഷണം തരും, അല്ലെങ്കിൽ നമുക്ക് നമ്മെ തരികയാണ്. ഏറ്റവും നിധിയുടെ തരും. ഈശോയുടെ ഹൃദയമാണ് ദിവ്യകാരുണ്യം. ഈശോയുടെ ഹൃദയമാണ് പരിശുദ്ധ കുർബാന. ഈശോ തന്നെയാണ് പരിശുദ്ധ കുർബാന. യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധ കുർബാന. ഓരോ ദിനത്തിലും സഭയിൽ നമുക്ക് തരികയാണ്. ഈ പരിശുദ്ധാത്മാവ് സഭയിൽ കൂടെയുണ്ട്, നമ്മുടെ എല്ലാവരുടെ കൂടെയുണ്ടത്. ഈ അരൂപിയെ അറിയാൻ പറ്റാത്തത് നമ്മുടെ ഹോളിനെസ്സിൻ്റെ കുറവുകൊണ്ടാണ്, നമ്മുടെ വിശുദ്ധിയുടെ കുറവുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുന്നത്.
പറ്റാത്തത്? ഈ പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് തകർച്ചയുണ്ടാവും. നമ്മൾ ദാവീദിന് ഒരു നിമിഷത്ത് അവന് ബോധം തെളിഞ്ഞു, അവന് മനസ്സിലായി, അവൻ അപകടത്തിലേക്ക് പെട്ടെന്ന് മനസ്സിലായി. മാരക പാപം ചെയ്തു പോയി, അവൻ ഓട്ടിപ്പോയി, അവൻ അനുദപിക്കുക, അവൻ കുമ്പസാരിക്കുക, അവൻ പശ്ചാത്തപിക്കുക, അവൻ ദൈവത്തോട് മാപ്പ് പറയുക. കാരണം പരിശുദ്ധാത്മാവ് അകന്നു പോകുന്നു. ആണ് പല ജീവിതങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടം. പക്ഷേ നമ്മൾ പറയും അവൻ്റെ കൂടെ ദൈവമില്ലെന്ന് പറയും. കാരണം അവരെല്ലാം അവസാനം വരുമ്പോൾ അവൻ്റെ കൂടെ ദൈവമില്ല. ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവന് എത്തിക്കാൻ പറ്റുന്നില്ല, ഒന്നും എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൂടെയില്ല. അത് കഴിവ് തോന്നുമ്പോൾ നമുക്ക് തോന്നും, പരിശുദ്ധം ഉള്ളവർ നമുക്ക് തോന്നും, പക്ഷേ അങ്ങ് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുന്നില്ല. അവന് പെറുപ്പും പകയും അശുദ്ധിയും ധനമോഹവും അഹന്തയും നിരാശയും വെറുപ്പും ജഡികഭാവവും ഈ കുറ്റപ്പെടുത്തലുകളും വക്രതയും മാതാപിതാക്കളോട് എതിർപ്പും പൊങ്ങച്ചവും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയെന്ന് കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നിലും നിന്നിലും വലിയൊരു മനസ്സാന്തരം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ പ്രവർത്തിക്കട്ടെ, ഇന്ന് അടയാളം ഉണ്ടാകട്ടെ, അത്ഭുതം ഉണ്ടാകട്ടെ. ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ തിരുനാൾ ദിനത്തിൽ നമ്മൾ നടത്താൻ പോകുന്ന ഈ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവിനോട് മോട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക. അഭിഷേകം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ, കൃപയൊഴുകിയിറങ്ങാൻ ഇടയാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ഭക്തിപൂർവ്വം മുട്ടുമെന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവിൽ നിറയാം. സ്തുതിക്കുന്നു, ആരാധന, സ്തുതി, ആരാധന, സ്തുതി, ആരാധന, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ആരാധന. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ഈശോ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, എല്ലാവരും ഉയർത്തുന്നു. അഭിഷേകം പരിശുദ്ധമാത്രട്ടെ, നിറയട്ടെ, നിറഞ്ഞ പ്രവർത്തിക്കട്ടെ. കൈകളടിച്ച് പാടി ഈശ്വര സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രണ്ടുപേരും സ്തുതിക്കുന്നു, ആരാധന, 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 ഹല്ലേലൂയ, ആരാധന. ശക്തിയോടെ സ്തുതിക്കുന്നു, ശക്തിയോടെ സ്തുതിക്കുന്നു. പൈശാചിക പീഡകള്, ബന്ധനങ്ങളെല്ലാം അടിക്കട്ടെ യേശുനാമത്തിൽ. ഈ സമയത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തിയോടെ അഭിഷേകം, ജീസസിനെ, ജീസസിനെ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ആരാധന, ആരാധന. എല്ലാ ഹൃദയങ്ങളും തുറക്കട്ടെ, എല്ലാ മനസ്സുകളും തുറക്കട്ടെ. എല്ലാവരും പരിശുദ്ധമായവരോട് പ്രാർത്ഥിക്കട്ടെ, ഭാഗിക്കട്ടെ. കർത്താവ് ഒഴുക്കുന്ന ദിവസം ഈ പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഓരോ വ്യക്തികളിലും ഓരോ മകളിലും അടയാളങ്ങളായി, അത്ഭുതങ്ങളായി, രോഗശാന്തികളായി, വിടുതലായി, രക്ഷയായി, സമാധാനമായി പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു. അഭിഷേകം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കട്ടെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, അഭിഷേകം, സ്തുതിക്കുന്നു. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അഭിഷേകത്തോടെ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അഭിഷേകം ഇരട്ടിയായിട്ട് കിട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ, രോഗങ്ങൾ വിട്ടുപോട്ടെ, തടസ്സങ്ങൾ മാറിപ്പോട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ കൽപ്പിക്കുന്ന എല്ലാ മക്കളിലും അസ്വസ്ഥത മാറും. യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്ന ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്ന യേശു ക്രിസ്തു രക്തത്തെ ബന്ധിക്കുന്ന യോഹന്നാൻ 12:24 കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ വിശുദ്ധീകരിക്കണേ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 14:1-2 വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. ഭയം, ഉത്കണ്ഠകളെല്ലാം എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഭയം എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യോഹന്നാൻ 7:37, 38, 39 വചനത്തിലൂടെ പരിശുദ്ധാത്മാവുന്ന ജീവൻ നദി എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങളിയോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. എല്ലാവരും ചേർന്ന് പാടുക. ആത്മാവാം ദൈവമേ വരണേ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു,
സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആരാധന പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന. വിരികരം വെച്ച് ഒറ്റ വിളിച്ചോ. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന. ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക മുറികളെല്ലാം ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 എല്ലാവരും വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ പെന്തക്കോസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവ ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അഭിഷേകത്തോടെ ആത്മാവ ദൈവമേ വരണേ. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. In the name of Jesus Christ. 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 Holy 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 blood 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 of Jesus Christ. എല്ലാ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു. എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കൊടുക്കണം. ദൈവജനത്തിലേക്ക് കൊടുക്കണം. സുവിശേഷ പ്രഘോഷകരിലേക്ക് കൊടുക്കണം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കണം. എല്ലാ ആത്മീയ പിതാക്കന്മാരിലേക്ക് കൊടുക്കണം. എല്ലാ മെത്രാന്മാരിലേക്ക് കൊടുക്കണം. എല്ലാ മെത്രാന്മാരിലേക്ക് കൊടുക്കണം. എല്ലാ വൈദികരിലേക്ക് പരിശുദ്ധാത്മാവിലേക്ക് എല്ലാ സന്യാസികളിലേക്ക് കടക്കണമേ. എല്ലാ യുവതി യുവാക്കളിലേക്ക് കൊടുക്കണമേ. എല്ലാ പഠിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കണമേ. സഭയിലുള്ള മുഴുവൻ മക്കളുടെ മേലും പരിശുദ്ധമാവേ വെളിപ്പെടണമേ. ഞങ്ങളെല്ലാം വെളിപ്പെടണമേ. വിശുദ്ധീകരിക്കണമേ. 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 ആദ്യ പെന്തക്കോസ്തായില് അവിടെ ഒരുമിച്ച് 120 പേര് നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇന്നേ ദിവസത്തിലെ കൂട്ടായ്മയിലുള്ള മുഴുവൻ ആളുകളുടെ മേലെ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ പെയ്തിറങ്ങട്ടെ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ നിറയണമേ 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 പരിശുദ്ധമാവേ നിറയണമേ. യെശയ്യായും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു. പരിശുദ്ധമാവിൽ നിറയും നിങ്ങൾ. യെശയ്യായും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു. പരിശുദ്ധമാവിൽ നിറയും നിങ്ങൾ. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ നിറയണമേ 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 പരിശുദ്ധമാവേ നിറയണമേ. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന അഭിഷേകം ആരാധന ആരാധന സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ആസ്വദിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ